ഹരിത വിപ്ലവം ഭാരതീയർക്ക് സമ്മാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ ഹരിയാനയിൽ നിന്ന് സർവീസ് ആരംഭിക്കാനൊരുങ്ങുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ പുതിയ യുഗമാണ് ഇവിടെ എഴുതപ്പെടാനൊരുങ്ങുന്നത്. ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ ആകട്ടെ ഹരിയാനയിൽ നിന്ന് സർവീസ് നടത്താൻ ഒരുങ്ങുന്നുവെന്ന സന്തോഷ വാർത്ത ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹത്തിന്റെ പേജിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ജൂലൈ 17-ന് ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ട്രെയിൻ ആകട്ടെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിത സാങ്കേതിക വിദ്യയിൽ ഇന്ത്യൻ റെയിൽവേയുടെ വലിയ മുന്നേറ്റമായിരിക്കും ഇത്. നിലവിൽ ലോകത്തെ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. റെയിൽവേ നൽകുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രജൻ ട്രെയിൻ ഈ സെന്ററുകളിൽ ഒന്നാണിത്. അതേപോലെ തന്നെ അത് മാത്രമല്ല 8 യാത്രാ കോച്ചുകളും 2 ഡ്രൈവിംഗ് പവർ കാറുകളും അടങ്ങുന്ന ഈ ഒരു ട്രെയിനിന് 2400 കിലോവാട്ട് ശേഷിയാണുള്ളത്. അതേ മാത്രമല്ല ജിത് സോനിപത്ത് റെയിൽവേ പാതയിലെ 89 കിലോമീറ്റർ ദൂരത്തിൽ പരമാവധി മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ സർവീസ് നടത്തും. കുറഞ്ഞത് 682 യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന ട്രെയിൻ ദിവസത്തിൽ 2 റൗണ്ട് ട്രിപ്പുകൾ നടത്തും. ആകെ 356 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനായി തന്നെ ഏകദേശം 300 കിലോഗ്രാം ഹൈഡ്രജൻ ഉപയോഗിക്കുമെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹൈഡ്രജൻ ആകട്ടെ ഇത് എളുപ്പത്തിൽ തീപിടിക്കുന്ന വാതകമായതിനാൽ തന്നെ അവിടെ ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് ട്രെയിൻ ട്രാക്കിലേക്ക് കയറ്റുകയാണ്. ഫ്രഞ്ച് റെയിൽവേ സാങ്കേതിക കമ്പനിയായ ആൽസ്ട്രോം 2016 അവിടെ മെൽബണിൽ നടന്ന ഒരു പ്രദർശനത്തിലാണ് ആദ്യമായി തന്നെ ഹൈഡ്രജൻ ട്രെയിനിൽ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കാൻ ഒരുങ്ങിയത്. 2 കോച്ചുകളുള്ള കോഡിയ ലിൻഡ് എന്ന ട്രെയിൻ 2018 ജർമ്മനിയിൽ സർവീസ് ആരംഭിച്ചു. ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ യാത്രാ ട്രെയിൻ ആയിരുന്നു ഇത്. പിന്നീട് ജപ്പാൻ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും സ്വന്തം ഹൈഡ്രജൻ ട്രെയിനുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ യാത്രക്കാരെയും അവിടെ ചരക്കുകളെയും വൻതോതിൽ തന്നെ കൊണ്ടുപോകുന്നതിനായി ഈ സാങ്കേതിക വിദ്യ ഇപ്പോഴും വികസന ഘട്ടത്തിൽ തന്നെയാണുള്ളത്. അതിനാലാണ് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ നിലവിലുള്ളത്. നിലവിലുള്ളവയിൽ ഭൂരിഭാഗവും ചെറിയ ദൂരങ്ങളിൽ മാത്രമാണ് സർവീസ് നടത്തുന്നതും. മാത്രമല്ല ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നതിൽ വളരെയധികം ഒരു ആശങ്ക എല്ലാവരും പ്രകടിപ്പിക്കുന്നതാണ്. ഇതിന്റെ ഒരു പ്രവർത്തനം സാധാരണ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾക്ക് വൈദ്യുതി ലഭ്യമാക്കാൻ മുകളിലെ വൈദ്യുതി ലൈനുകൾ ആവശ്യമാണ്. എന്നാൽ ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് ഇത് ആവശ്യമില്ല. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ഇതിന്റെ പ്രവർത്തന രീതിയായി പറയുന്നത്. ഇന്ത്യൻ ഹൈഡ്രജൻ ട്രെയിനിലെ 2 ഡ്രൈവിംഗ് പവർ കാറുകളിലും 4 വീതം സംയോജിത പവർ പ്ലാന്റുകൾ ഉണ്ടായിരിക്കും. ഓരോ പാക്കിലും ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലും ലിഥിയവും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ബാറ്ററിയിലും ഉൾപ്പെടുന്നുണ്ട്. ട്രെയിനിൽ സംഭരിച്ചിരിക്കുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള 440 കിലോഗ്രാം ഹൈഡ്രജനും പുറത്തെ വായുവിൽ നിന്നുള്ള ഓക്സിജനും അല്ലെങ്കിൽ ആ ഒരു ഓക്സിജൻ ഫ്യൂവൽ സെൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ഓരോ പവർ പാക്കും 300 കിലോവാട്ട് ഊർജം നൽകും. ഇതിൽ 115 കിലോവാട്ട് ഫ്യൂവൽ സെല്ലിൽ നിന്നും 185 കിലോവാട്ട് ബാറ്ററിയിൽ നിന്നുമാണ് ഇത് ലഭ്യമാകുക. 4 പവർ പാക്കുകൾ ചേർന്നുകൊണ്ട് 1200 കിലോവാട്ട് വൈദ്യുതി നൽകും. 2 പവർ കാറുകൾ ഉള്ളതിനാൽ തന്നെ ആകെ വൈദ്യുതി ശേഷി 2400 കിലോവാട്ട് ആയിരിക്കും. അതായത് ഏകദേശം 3200 കുതിരശക്തി എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പഴയ ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനുകളിലെ ഡീസൽ എഞ്ചിനുകൾ മാറ്റിക്കൊണ്ട് പകരം സീറോ എമിഷൻ ഹൈഡ്രജൻ ഇലക്ട്രോണിക് പ്രൊപ്പൽഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രെയിൻ നിർമ്മിച്ചതെന്നതാണ് നോർത്ത് റെയിൽവേയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്യൂവൽ സെല്ലും ബാറ്ററിയും എങ്ങനെ ഇതിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. ഫ്യൂവൽ സെൽ സ്ഥിരമായ വൈദ്യുതി നൽകും. ട്രെയിനിന്റെ വേഗതയും വൈദ്യുതി ആവശ്യകതയും മാറിയതിലും അല്ലെങ്കിൽ അത് മാറിയാൽ പോലും ഇത്തരത്തിൽ ഇതിന്റെ ഉൽപാദനം വലിയ തോതിൽ മാറില്ല. ട്രെയിൻ ആരംഭിക്കുമ്പോൾ ആദ്യം ഫ്യൂവൽ സെല്ലിൽ നിന്നാണ് വൈദ്യുതി ലഭ്യമാക്കുന്നത്. ആ സമയത്ത് ആവശ്യമായ വൈദ്യുതി അവിടെ കുറവായതിനാൽ തന്നെ അധിക ഊർജം ബാറ്ററിയിൽ സംഭരിക്കാൻ സാധിക്കും. ട്രെയിൻ വേഗം കൂട്ടുകയും കൂടുതൽ വൈദ്യുതി ആവശ്യവുമായി വരികയും ചെയ്യുമ്പോൾ ബാറ്ററിയും അധികമായി തന്നെ വൈദ്യുതി നൽകും. സ്റ്റേഷനിലേക്ക് അടുക്കുമ്പോൾ തന്നെ വൈദ്യുതി ആവശ്യം കുറയുമ്പോൾ ബാറ്ററിയുടെ സഹായം അവസാനിപ്പിക്കുകയും ഫ്യൂവൽ സെല്ലിലെ അധിക ഊർജം വീണ്ടും ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുകയുമാണ് ഇതിലൂടെ തന്നെ ചെയ്യുന്നത്. ഒരു യാത്ര പൂർത്തിയാക്കുമ്പോൾ ബാറ്ററി ഏകദേശം 80% വരെ ചാർജ് നിലനിർത്തുമെന്നും അതുമാത്രമല്ല ഈ സംവിധാനത്തിലെ പ്രധാന ഘടകമായ ഫ്യൂവൽ സെൽ അത് കാനഡയിലെ ഒരു കമ്പനിയിൽ നിന്നാണ് ഇത് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്.
മാത്രമല്ല സാധാരണ അന്തരീക്ഷ മർദ്ദം ഒരു ബാർ എന്ന അളവിലാണ് കണക്കാക്കുന്നത്. എന്നാൽ ഹൈഡ്രജൻ 200 മുതൽ 500 ബാർ വരെ ഉയർന്ന ഒരു മർദ്ദത്തിലാണ് സംഭരിക്കേണ്ടത്. ട്രെയിനുകളിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നതിലെ ഏറ്റവും വലിയ വെല്ലുവിളി കൂടി ഇതാണ്. ഹൈഡ്രജൻ ഉൽപാദനം കുറവായതും ഗതാഗതം ബുദ്ധിമുട്ടുള്ളതുമാണ്. തുടർച്ചയായ ഒരു ഹൈഡ്രജൻ വിതരണം ഉറപ്പാക്കാൻ റെയിൽവേ ആകട്ടെ ഇവിടെ 3000 കിലോഗ്രാം ശേഷിയുള്ള ഇന്ധന വിതരണ കേന്ദ്രമാണ് സ്ഥാപിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.